ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടബിൾ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവാസ്റ്റ് കോബാണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ മൈ തോട്ട്സ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ, മൂവി റിവ്യൂ ആണെന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ ആദ്യ ദിനം തന്നെ കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അപ്പോൾ സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ല തട്ടുപൊളിപ്പൻ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കോമഡി മൂവി എന്ന് തന്നെ പറയാം. നല്ല അടിപൊളി സിനിമ, ലാഗടിക്കാതെ ബോറടിക്കാതെ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ തിയേറ്ററിൽ പിടിച്ചിരുത്തി നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് എല്ലാം മറന്ന് നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു കുടുംബചിത്രം ആണ് ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്നത്. ഇതിൻ്റെ ഡയറക്ടറിനെ കുറിച്ച് നോക്കുമ്പോൾ വിപിൻ ദാസ്, അദ്ദേഹത്തിൻ്റെ 4ാമത്തെ സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്നത്. ആദ്യത്തെ സിനിമ 2014 പുറത്തിറങ്ങിയ മുത്തുകൗ, 2ാമത്തെ സിനിമ 2022 പുറത്തിറങ്ങിയ അന്താശരി, 3ാമത്തെ സിനിമ 2022 തന്നെ പുറത്തിറങ്ങിയ ജയ് 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 ഹേ. അത് വലിയ ഹിറ്റായിരുന്നു, വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, ബേസിലായിരുന്നു അതിലും നായകനായിട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അദ്ദേഹം തൻ്റെ ഡയറക്ഷൻ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. കാരണം ഫ്രഷ് കാസ്റ്റിങ്, കോമ്പിനേഷൻ എല്ലാം വളരെ വളരെ ഫ്രഷാണ്. അതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം പൃഥ്വിരാജും ബേസിലും തമ്മിലുള്ള കോമ്പിനേഷൻ ആദ്യമായിട്ട്, അതോടൊപ്പം പൃഥ്വിരാജും അനശ്വരയും തമ്മിലുള്ള കോമ്പിനേഷൻ ആദ്യമായിട്ട്, അതോടൊപ്പം പൃഥ്വിരാജും നിഖിലയും തമ്മിലുള്ള കോമ്പിനേഷൻ ആദ്യമായിട്ട്, അതോടൊപ്പം യോഗി ബാബുവിൻ്റെ ആദ്യ മലയാള സിനിമ. അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ തന്നെ, ആ ഒരു കാസ്റ്റിംഗ് തന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് ആയിട്ട് എനിക്കിതിൽ തോന്നിയെന്ന് പറയാം. പിന്നെ ഇതിലെ അഭിനേതാക്കൾ, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ, രാജുവേട്ടൻ്റെ കാര്യം നോക്കുമ്പോൾ ആടുജീവിതം കഴിഞ്ഞതേ ഉള്ളൂ. ഇതപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ. ഇതും ആടുജീവിതവും തമ്മിൽ കാണുന്ന ഒരാൾ അയാൾക്ക് ഉറപ്പായിട്ടും തോന്നും ഇത് രണ്ടും ചെയ്തത് ഒരാൾ തന്നെയാണോ എന്ന്. കാരണം അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ക്യാരക്ടർ അങ്ങേര് അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുകയാണെന്ന് പറയാം. ഇവിടെ എന്തും പോകും. അതായത് കോമഡി വേണോ കോമഡി പോകും, ആക്ഷൻ വേണോ ആക്ഷൻ പോകും, സീരീസ് വേണോ സീരീസ് പോകും എന്ന് പറയുന്ന പോലെ, സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ വേണോ അത് പോകും എന്ന് പറയുന്ന പോലെ എന്തും ചെയ്യുവാനായിട്ടുള്ള, എന്തും അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനായിട്ടുള്ള രാജുവേട്ടൻ്റെ ആ ഒരു കഴിവ്. ആടുജീവിതം ഇതും തമ്മിൽ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. അതും ഇതും ചെയ്ത് ഒരാൾ തന്നെയാണോ നമുക്ക് പോലും തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു ആക്ടിങ് എന്ന് പറയാം. അമർ അക്ബർ അന്തോണിക്ക് ശേഷം രാജുവേട്ടൻ്റെ ഒരു കോമഡിയിലുള്ളൊരു അഴിഞ്ഞാട്ടമാണ് ഈ സിനിമയെന്ന് പറയുന്നത്. പ്രൊഡ്യൂസറും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹവും E4 എൻ്റർടൈൻമെൻറ്റും കൂടി ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ. പിന്നെ ബേസിൽ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ ജയ് 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 ഹേയുടെ സംവിധായകനായിരുന്നു വിപിൻ ദാസ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ തിരിച്ച് വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതും അദ്ദേഹം ബേസിലും തൻ്റെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ചില എക്സ്പ്രഷനൊക്കെ നമുക്ക് ചിരി വരും. അദ്ദേഹത്തിന് ചില ചിരികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരിയാണ് വരുന്നത്. ആ രീതിയിലുള്ളൊരു അഭിനയമായിരുന്നു. അതോടൊപ്പം ഈ രാജുവേട്ടനും ഈ ബേസിലും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ചിരി പടർത്തുന്നുണ്ടായിരുന്നു. ഫ്രഷ് കോമ്പിനേഷന് പല സ്ഥലങ്ങളിലും ചിരി പടർത്തുന്നു. 2 അളിയന്മാർ തമ്മിലുള്ള കഥയാണിത്. ആ 2 അളിയന്മാർ തമ്മിലുള്ള, ബേസിലും രാജുവേട്ടനും തമ്മിലുള്ള ആ 2 അളിയന്മാർ തമ്മിലുള്ള ആ ഒരു കഥ വളരെ കോമഡിയായിട്ട്, വളരെ എൻ്റർടൈൻമെൻറ്റായിട്ട് സിനിമയിൽ സംവിധായകൻ അവതരിപ്പിച്ചു. ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ 2 പേരുടെ ആ ഒരു കോമ്പിനേഷന്. ഇനി മറ്റു താരങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അനശ്വര രാജർ, നിഖിലയെ, വൈജു, ജഗദീഷേട്ടനെ കുറിച്ച് നോക്കുമ്പോൾ സമീപകാലമായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതിലും വളരെ നല്ല കഥാപാത്രമായിരുന്നു ജഗദീഷേട്ടനെ, രേഖ ചേച്ചി, അങ്ങനെ നീണ്ടുപോകുന്നു. പിന്നെ യോഗി ബാബുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ്. അദ്ദേഹം തമിഴിൽ തന്നെ വളരെ തിരക്ക് പിടിച്ചൊരു ആക്ടറാണ്. അതായത് വടിവേലുവിനും വിവേകിനും സന്താനത്തിനും ശേഷം തമിഴ് സിനിമയുടെ കോമഡിയെ ഇങ്ങനെ തൂക്കി നിർത്തുന്ന ഒരാളാണ് യോഗി ബാബു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കോൾ ഷീറ്റ് കിട്ടുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയേറെ തിരക്ക് പിടിച്ചൊരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ മലയാള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ എൻട്രി, ഈ മുതലിൻ്റെ എൻട്രി എപ്പോഴായിരിക്കും എന്നിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു തിയേറ്ററിൽ. അദ്ദേഹത്തിൻ്റെ ജോലി വളരെ മനോഹരമായിട്ട് ചെയ്തെന്ന് പറയാം. തമിഴ് ക്യാരക്ടർ തന്നെയാണ്, ശരവണൻ എന്ന ക്യാരക്ടറാണ് അദ്ദേഹം ഈ ചിത്രത്തിലും ചെയ്തിരിക്കുന്നത്. കുറച്ച് നേരമേ ഉള്ളെങ്കിലും ഉള്ള സീനിലെല്ലാം ചിരി പടർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ ഫസ്റ്റ് സീൻ തന്നെ അല്ല, അദ്ദേഹത്തിനെ കാണിച്ചപ്പോൾ തന്നെ തിയേറ്ററിൽ വലിയ റെസ്പോൺസ് ആയിരുന്നു യോഗി ബാബുവിനെ. അതോടൊപ്പം അജി വർഗീസ്, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ, നിരവധി കാസ്റ്റിങ്
ഈ ചിത്രത്തിൻ്റെ വലിയൊരു പ്ലസ്സായിട്ട് ഈ ചിത്രത്തിലുണ്ട്. മൊത്തത്തിൽ സ്ക്രീനിൽ മൊത്തം ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെ വലിയൊരു ക്ലൈമാക്സൊക്കെ അടുക്കുമ്പോഴത്തേനും വലിയൊരു ക്രൗഡ്, അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു എന്താ പറയുന്നത്, ഒരു ഈ രീതിയിലുള്ളൊരു വലിയ ക്രൗഡുള്ളൊരു ചിത്രം, അല്ലെങ്കിൽ വലിയൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് വന്നിട്ട് മലയാളത്തിൽ ഒത്തിരി നാളായി. അതിനെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ചിത്രം കാണുമ്പോൾ. അതായത് ഈ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഗോഡ് ഫാദർ, കല്യാണരാമന്, കാര്യസ്ഥന്, അങ്ങനത്തെയുള്ള സിനിമകൾ, അതൊരു ഫാമിലി പശ്ചാത്തലത്തിലുള്ള കുറേ സിനിമകൾ, ആ രീതിയിലുള്ളൊരു ഇതാണ് നമുക്കിത് ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ച് കല്യാണം ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയും കൂടെ ആകുമ്പോഴേക്കും അത് തന്നെ ഒത്തിരി നാളായി മലയാളത്തിൽ വന്നിട്ട് തന്നെ. അത് രാജുവേട്ടൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ വളരെ മനോഹരമായ രീതിയിൽ എൻ്റർടൈൻമെൻറ്റും കൂടെ ചേർത്ത്, കോമഡിയും കൂടെ ചേർത്ത് അവതരിപ്പിക്കുമ്പോൾ ശരിക്കും കുടുംബ പ്രേക്ഷകർ ഈ ചിത്രം ഏറ്റെടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഉറപ്പാണ്, ഫാമിലിക്ക് വേണ്ടി എടുത്തൊരു സിനിമയാണെന്ന് പറയാം. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു സ്ഥലത്ത് പോലും ലാഗടിക്കാതെ, ഒരു സ്ഥലത്ത് പോലും ബോറടിക്കാതെ, സമയം പോയതേ അറിഞ്ഞില്ല. ആദ്യം തൊട്ട് അവസാനം വരെ ചിരിച്ചിരിച്ചിരിച്ചിരിച്ചിരിച്ചൊരു വഴിയായെന്ന് പറയാം. പിന്നെ രാജുവേട്ടൻ്റെ അമർ അക്ബർ അന്തോണിക്ക് ശേഷമുള്ളൊരു അഴിഞ്ഞാട്ടവും രാജുവേട്ടനും ബേസിലും തമ്മിലുള്ളൊരു കോമ്പിനേഷനും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് നോക്കുമ്പോൾ അങ്കിത് മേനോനാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. പാട്ടുകളും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആ 90s ഇളക്കി മറിച്ച് അഴകിയ ലൈല എന്നൊരു സോങ് അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നി. അതോടൊപ്പം പിന്നെ സിനിമാറ്റോഗ്രാഫർ നീരജ് രവി. പിന്നെ എടുത്തു പറയേണ്ടത്, ഇത് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്ന സെറ്റ് ഇട്ടിരിക്കുകയാണ്. അത് നമുക്ക് ഒറിജിനലാണെന്ന് തന്നെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു സെറ്റാണ് ഇട്ടിരിക്കുന്നത്. അതും വളരെ മനോഹരമായിട്ട് വർക്കുകളായിട്ട് തോന്നി. അതോടൊപ്പം പല സിനിമകളുടെ റെഫറൻസ് നമുക്ക് സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ നമുക്ക് ഗോഡ് ഫാദറൊക്കെ ഓർമ്മ വരും. ഗോഡ് ഫാദർ, പിന്നെ നന്ദനം സിനിമയുടെ റെഫറൻസൊക്കെ ഉണ്ട്. നന്ദനം സിനിമയുടെ റെഫറൻസൊക്കെ വരുമ്പോൾ തിയേറ്റർ ഇങ്ങനെ ഇളകി മറിയായിരുന്നു, ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു പൃഥ്വിരാജിൻ്റെ കരിയർ സ്റ്റാർട്ടായത് നന്ദനത്തിലൂടെയാണ്. ആ ഒരു രീതിയിലുള്ളൊരു മേക്കിങ്ങും എല്ലാം കൊണ്ടും വളരെ ഫ്രഷായിട്ടൊരു സിനിമ, വളരെ എൻ്റർടൈൻമെൻറ്റായിട്ട് എല്ലാം മറന്നൊരു 2.25 മണിക്കൂർ ഇങ്ങനെ ചിരിച്ചുല്ലസിക്കുവാനായിട്ട് പറ്റിയൊരു സിനിമ. അതും ഇതിൻ്റെ ട്രെഡ്, അല്ലെങ്കിൽ വൺ ലൈൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയൊരു വൺ ലൈനാണ്. രണ്ടളിയന്മാർ തമ്മിലുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, പ്രേക്ഷകനെ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് ഇതെങ്ങനെ അവസാനിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും, ഇങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ച് നിർത്തുന്ന രീതിയിലുള്ളൊരു സ്റ്റോറി ടെല്ലിങ്ങും എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു തട്ടിപ്പൊളിപ്പൻ അടിപൊളി ചിത്രം ഗുരുവായൂർ അമ്പലനടയിൽ. വളരെ ഹാപ്പിയായിട്ട് ചിത്രം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് സാധിച്ചെന്ന് പറയാം ഗുരുവായൂർ അമ്പലനടയിൽ. ഇനി അടുത്തത് അദ്ദേഹത്തിൻ്റെ വരവാണ്, ടെർബോ ജോസ്. ഈ ചിത്രം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രെയിലർ കാണിച്ചിരുന്നു. ടെർബോയുടെ ട്രെയിലർ കാണിച്ചിരുന്നു. തിയേറ്ററിൽ കിട്ടിയ ആ ഒരു മാരക റെസ്പോൺസ്, ട്രെയിലറിന് ഇമാതിരി റെസ്പോൺസ് ആണെങ്കിൽ മെയ് 23-നാണ് ചിത്രം വരുന്നത്. വെയിറ്റിംഗ് ആണ് ടെർബോയ്ക്ക് വേണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.